ഐതിഹ്യങ്ങളും കഥകളും ചേരുന്ന ഇടങ്ങൾ. വിശ്വസിച്ചേ മതിയാകൂ ഈ ക്ഷേത്രങ്ങളെ. ഇതാ ആന്ധ്രാപ്രദേശിലെ പ്രധാന ക്ഷേത്രങ്ങളെ പരിചയപ്പെടാം. നൂറുകണക്കിന് ക്ഷേത്രങ്ങളും അത് കാണുവാനെത്തുന്ന സഞ്ചാരികളും പറഞ്ഞു തീരാത്ത വിശേഷങ്ങളുമുണ്ട് ഈ നാടിന്. ഇത് തന്നെയാണ് ആന്ധ്രാപ്രദേശിലെ പ്രധാന ക്ഷേത്രങ്ങളുള്ള അഹോബിലം എന്ന സ്ഥലത്തെക്കുറിച്ച്. ഇതാണ് അഹോബിലം ഗസ്റ്റ് ഹൗസ്. കൃഷ്ണദേവരായ ഗസ്റ്റ് ഹൗസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ ഈ 2 ഗസ്റ്റ് ഹൗസുകൾ മാത്രമേ ഉള്ളൂ. വേറെ ഹോട്ടൽസ് ഒന്നും ഇല്ല. ഗസ്റ്റ് ഹൗസിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. വളരെ വൃത്തിയുള്ളതും ദിവസം 1000 രൂപ വാടകയുമാണ് ഈ ഗസ്റ്റ് ഹൗസിന്. പറയത്തക്ക വികസനം ഒന്നും എത്തിയിട്ടില്ല എങ്കിലും അതിപുരാതനമായ ഒരു സംസ്കാരത്തിൻ്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് ഉടുപ്പി ബ്രാഹ്മിൺസ് ഹോട്ടൽ. ഞങ്ങളുടെ ഭക്ഷണം ഇവിടെ നിന്നായിരുന്നു. അഹോബിലം എന്നാൽ സിംഹത്തിൻ്റെ ഗുഹ എന്നാണ് അർത്ഥം. തിരുപ്പതിയിൽ നിന്നും 250 കിലോമീറ്ററും കുർണൂളിൽ നിന്ന് 120 കിലോമീറ്ററും കടപ്പയിൽ നിന്ന് 92 കിലോമീറ്ററും ദൂരമാണ് അഹോബിലത്തേക്കുള്ള ദൂരം. ദേശീയപാതയിലെ നന്ദ്യാൽ ജില്ലയിലെ അലഗഡ എന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 24 കിലോമീറ്റർ ഉൾഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അഹോബിലത്തിൽ എത്തിച്ചേരുക ഇത്തിരി ദുഷ്കരമായ പാതയിലൂടെയാണ്. അഹോബിലം നല്ല മലനിരകളാൽ ചുറ്റപ്പെട്ടതാണ്. ഈ നല്ല മലനിരകൾ ആദിശേഷന്റെ രൂപമായാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് തലഭാഗം തിരുപ്പതിയും ഉദരഭാഗം അഹോബിലവും വാൽഭാഗം ശ്രീശൈലം മലനിരകളും ആണെന്നാണ് സങ്കല്പം. ഉദരഭാഗമായ അഹോബിലത്താണ് നരസിംഹ സ്വാമിയുടെ 9 സ്വയംഭൂ ക്ഷേത്രങ്ങളും ഒരു പ്രതിഷ്ഠാ ക്ഷേത്ര സമുച്ചയവും കാണാൻ കഴിയും. ഇനി അഹോബിലത്തിലെ ക്ഷേത്രങ്ങളെ 2ആയി തരംതിരിക്കാം. അപ്പർ അഹോബിലം അഥവാ എഗുവ അഹോബിലം എന്നും ലോവർ അഹോബിലം അഥവാ ദിഗുവ അഹോബിലം എന്നും 2ആയി തരംതിരിക്കാം. ഇതാണ് ശ്രീ ലക്ഷ്മി നരസിംഹ ടെമ്പിൾ. ഈ അമ്പലം ചിന്ന അഹോബിലം അല്ലെങ്കിൽ ദിഗുവ തിരുപ്പതി എന്ന പേരിലും ഈ സ്ഥലം പ്രശസ്തമാണ്. കാരണം തിരുപ്പതിയിലെ ശ്രീനിവാസ ഭഗവാന്റെ കുലദൈവമായിരുന്നു നരസിംഹ ഭഗവാൻ എന്ന് പറയപ്പെടുന്നു. അതിമനോഹരമായ ശിലാത്തൂണുകൾ ഈ ക്ഷേത്രത്തിൽ ധാരാളമായിട്ടുണ്ട്. ഈ ക്ഷേത്രം രാവിലെ 6 മണി മുതൽ 2 മണി വരെയും വൈകിട്ട് 3:30 മുതൽ 8:30 വരെയും തുറന്നിരിക്കും. ഇവിടെ 50 രൂപ ടിക്കറ്റും ഫ്രീ ദർശനവും ഉണ്ട്. 50 രൂപ ടിക്കറ്റിൽ അകത്ത് കയറിയാൽ വിശ്വരൂപ ദർശനം കാണാം. ഫ്രീ ടിക്കറ്റുകാരെ പുറത്തുനിന്നു മാത്രമേ തൊഴാൻ പറ്റുകയുള്ളൂ. 5 അടി 3 ഇഞ്ച് വലിപ്പമുള്ള ലക്ഷ്മി നരസിംഹസ്വാമിയുടെ കാൽപ്പാടിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ ലക്ഷ്മി നരസിംഹസ്വാമിയുടെ ശാന്തസ്വരൂപമായ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ഈ തൂണുകളിലെല്ലാം ഭഗവാൻ തൻ്റെ ഭാര്യയായ ചെഞ്ചുലക്ഷ്മിയെ വശീകരിക്കുന്ന ചിത്രങ്ങളാണ് കൂടുതലും ഉള്ളത്. ഈ അമ്പലം ദിഗുവ തിരുപ്പതി എന്ന പേരിലും പ്രശസ്തമാണ്. കാരണം തിരുപ്പതിയിലെ ശ്രീനിവാസ ഭഗവാന്റെ കുലദൈവമായിരുന്നു നരസിംഹ ഭഗവാൻ എന്ന് പറയപ്പെടുന്നു. ഭഗവാൻ ഉഗ്രരൂപത്തിലായിരുന്നതിനാൽ ശ്രീനിവാസ ഭഗവാൻ പത്മാവതി ദേവിയെ വിവാഹം കഴിക്കുന്നതിനു മുമ്പ് ദേവനെ ശാന്തസ്വരൂപത്തിൽ പ്രതിഷ്ഠിക്കുകയും ആരാധിക്കുകയും ചെയ്തു. പാവന നരസിംഹത്തിൻ്റെയും ജ്വാലാ നരസിംഹസ്വാമിയുടെയും ഉത്സവ പ്രതിഷ്ഠകൾ ഈ ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഇതിനെ ദിഗുവ തിരുപ്പതി എന്ന് പറയപ്പെടാൻ കാരണം.
നരസിംഹ ഭഗവാൻ പ്രഹ്ലാദനെ അനുഗ്രഹിക്കുന്ന രൂപത്തിലാണ് ഈ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രം. ലക്ഷ്മി നരസിംഹ ക്ഷേത്രത്തിൽ ഭഗവാനെ ദർശിച്ച ശേഷം മറ്റ് 9 നരസിംഹ ക്ഷേത്രവും ദർശിക്കാൻ പോകണം. ഈ ക്ഷേത്രത്തിൽ ഭക്തിപൂർവം പ്രാർത്ഥിക്കുന്നവർക്ക് ഭഗവാന്റെയും ദേവിയുടെയും കൃപ ലഭിക്കും. പ്രഹ്ലാദവരദ സ്വാമിയെ ദർശിച്ച ശേഷം ഇടതുവശത്തുള്ള ലക്ഷ്മി ദേവിയെയും ദർശിക്കുക. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്.